Welcome back to my channel. I am Ajit. Uh, Today with another video. I am coming in front of you rather than that of a Hindi song. Regularly I am singing Hindi song, but today as a special occasion I have to do some other videos. ഓക്കെ, ഇത് ഇപ്പോൾ ഞാൻ താമസിക്കുന്ന വീടാണ്. വീട്ടുപേര് ശിവപ്രിയ എന്നാണ്. ശിവപ്രിയ. വളരെ പ്രയാസപ്പെട്ട് വഴിയൊന്നും ഇല്ലായിരുന്ന സന്ദർഭത്തിൽ വെറും പാടത്തൂടെ ഇഷ്ടികയൊക്കെ ചുമന്ന് ചുമടായിട്ട് കൊണ്ടുവന്ന് വെച്ച ഒരു വീടാണ്. ഇവിടാണ് ഞങ്ങൾ താമസിക്കുന്നത്. ശിവപ്രിയ എന്നാണ് വീട്ടുപേര്. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ അമ്മയുടെ കുടുംബം. അവിടെ നിന്നാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. ആ കുടുംബം സത്യം പറഞ്ഞാൽ ഇപ്പം ഞാനത് എൻ്റെ കൂടപ്പിറപ്പുകളുടെ കയ്യിൽ നിന്ന് തിരിച്ച് വാങ്ങിച്ചിട്ട് അവിടെ ഒരു 3 ബെഡ്റൂം വീട് ഞാൻ വെച്ചു. അതിൻ്റെ പാല് കാച്ചൽ ചടങ്ങാണ് നാളെ 19-ാം തീയതി രാവിലെ 7-നും 7:20-നും ഉള്ള ശുഭമുഹൂർത്തത്തിൽ വീടിന് വലം വെച്ച് പാല് കാച്ചണം. അതാണ് അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഇന്ന് പാടാത്തത്. ഇതാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്, ശിവപ്രിയ. എല്ലാം ശിവനെ ചുറ്റിപ്പറ്റിയാണ് ഉള്ളത്. അന്നേരം ആ വീടിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ അമ്മയുടെ കുടുംബം. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ 3 വെക്കേഷന് റാന്നി വരും. അതായത് എൻ്റെ ഫാദർ ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസറായിരുന്നു. അച്ഛൻ ഇന്നില്ല, അച്ഛൻ മരിച്ചുപോയി. ഈ ശിവപ്രിയ വീട്ടിൽ കിടന്ന് പ്രായമായിട്ടാണ് അച്ഛൻ മരിച്ചത്. അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയും മരിച്ചുപോയി 1 വർഷത്തിന് മുമ്പ്. ഇപ്പോൾ ഞങ്ങളെയൊക്കെ തനിച്ചാക്കിയിട്ട് അവർ പോയി. അന്നേരം സത്യം പറഞ്ഞാൽ പാർട്ടീഷൻ വന്ന സമയത്ത് ഞങ്ങൾക്കൊക്കെ തന്നല്ലോ. അന്നേരം പാർട്ടീഷന് മുമ്പ് തന്നെ ഞാൻ അച്ഛൻ്റെ പെർമിഷൻ എടുത്താണ് അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് തന്നെ താമസിക്കാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ അത്രയും റിസ്ക് എടുത്ത് വഴിയില്ലാത്തൊരു സ്ഥലത്ത് വീട് വെച്ചത്. റബ്ബറും പിന്നെ തോടും തോട്ടിലിറങ്ങി നനയ്ക്കുകയും കുളിക്കുകയും ഒക്കെ ആവശ്യക്കാർക്ക് ചെയ്യാവുന്നതും ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓണമൊക്കെ വരുമ്പോൾ ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷകരമായിട്ടുള്ള സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. അന്നേരം ഞങ്ങൾ 3 വെക്കേഷന്, ക്രിസ്മസ് വെക്കേഷന്, പിന്നെ മിഡ് സമ്മർ വെക്കേഷന്, ഓണം വെക്കേഷൻ, ഈ 3 വെക്കേഷന് ഞങ്ങൾ വരും ഞങ്ങളുടെ ഈ വീട്ടിൽ, അമ്മയുടെ വീട്ടിൽ. അന്നേരം എന്ത് സന്തോഷമായിരുന്നു ആ ദിവസങ്ങളൊക്കെ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വളരെയധികം സങ്കടമുണ്ട്. കാരണം എൻ്റെ ഫാദറാണ് പായസം വയ്ക്കുന്നത്, ആടപ്രഥമനൊക്കെ വയ്ക്കുകയും ഞങ്ങൾ പശുവിൻ്റെ എരുത്തുള്ളിലൊക്കെ പോയി കളിക്കുകയും കഞ്ഞിയും കറിയും കളിക്കുകയൊക്കെ ചെയ്യുന്ന സന്ദർഭങ്ങളൊക്കെ ഞാൻ ഇന്ന് ഓർക്കുക. ആ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. അതൊന്നും ഇനി നമ്മുടെ ബാല്യകാലം നമുക്ക് തിരിച്ച് കിട്ടുകയില്ലെന്നുള്ള അറിവുണ്ട്. എന്ത് ചെയ്യാം, ജനിച്ചു പോയി. വി ഹാവ് ടു സർവൈവ് ആൻഡ് വി ഹാവ് ടു ഡു അവർ ഡ്യൂട്ടി ആൻഡ് ഗോ, അത്രേ ഉള്ളൂ. അന്നേരം പാർട്ടീഷൻ വന്ന സമയത്ത് ഞാൻ അച്ഛൻ്റെ അമ്മയുടെ പെർമിഷൻ വാങ്ങിച്ചിട്ട് അവിടെ വർഷങ്ങൾക്ക് മുമ്പ് 26 വർഷത്തിന് മുമ്പ് തന്നെ അവിടെ വീട് വെച്ചു. വഴിയൊന്നും ഇല്ലായിരുന്ന സന്ദർഭങ്ങളിൽ അമ്മയെ അച്ഛൻ ചൂണ്ടിക്കാണിച്ച് ഒരു സ്ഥലത്ത് വീട് വെച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്നാണെന്നോ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. കാരണം പിന്നീടാണ് മനസ്സിലായത് വഴിയൊന്നുമില്ല, മോട്ടോർ സൈക്കിൾ വരത്തില്ല, കാറ് വരില്ല, പേപ്പർ കൊണ്ടിടാൻ പറ്റില്ല, ആരും വരില്ല. അങ്ങനെ വളരെയധികം കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ആദ്യം സ്കൂളിൽ എനിക്ക് ജോലിയായിട്ട് ഞാൻ പോയി. അതിനുശേഷം ഹയർ സെക്കൻഡറി കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രി ഡിലിങ്ക് ചെയ്ത് സ്കൂളിലേക്ക് മാറ്റിയപ്പം അവിടെ +2 ഹയർ സെക്കൻഡറി അവിടെ സാങ്ഷനായ സമയത്ത് അപ്ലൈ ചെയ്തപ്പോൾ എൻ്റെ വൈഫിനും അവിടെ കിട്ടുകയാണ് ചെയ്തത്. എൻ്റെ സ്കൂളിൽ തന്നെ വൈഫിനും കിട്ടി. പിന്നെ എനിക്ക് 2 മക്കളാണ്. ആ മക്കളെ ഞാൻ ബസ്സിന്
കയറ്റിക്കൊണ്ടാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ 4 പേരും കൂടാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. കണ്ടില്ലേ, റബ്ബറും ആകപ്പാടെ തോടും ചെറിയ അരുവികളും ഒക്കെ ഉണ്ട്. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ അരുവിയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ കാല് കഴുകുകയും അത്യാവശ്യം നനയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അന്നേരം അവിടെ താമസിച്ചിട്ട് ഞങ്ങൾ 10-26 വർഷത്തിന് മുമ്പായിട്ട് തന്നെ അവിടെ വീട് പണിത് താമസിക്കുകയാണ്. ഉള്ള കട്ട പുത്തൂർ പോയി, കൊല്ലം പുത്തൂർ പോയി, കൊട്ടാരക്കര പുത്തൂർ പോയിട്ടാണ് വിഷ്ണു എന്ന് പറഞ്ഞ കട്ട ഞാൻ ഇറക്കിയത്. അന്ന് കമ്പനി കട്ട എന്നൊക്കെ പറഞ്ഞതിനൊക്കെ ഭയങ്കര ചിലവാണ്. 2.5 രൂപയൊക്കെയാണ് ഒരു കട്ടയ്ക്ക്. അന്ന് കൊണ്ട് ഇറക്കി മുഴുവൻ കട്ടകളും ചുമ്മി എടുത്താണ് ആ വീടുണ്ടാക്കിയത്. വളരെയധികം കഷ്ടപ്പെട്ടു. പിന്നെ കുറേ കുഞ്ഞുങ്ങളൊക്കെ പ്രായമായപ്പോഴാണ് പിന്നെ ഞങ്ങൾക്കത് മനസ്സിലായത്. പിന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, വഴിയില്ലാത്ത സ്ഥലത്ത് വീട് വെക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലായത്. പിന്നെ വളരെയധികം ഞങ്ങൾ ഞങ്ങളുടെ ശ്രമഫലമായിട്ട് അധികാരികൾ പിന്നെ ഞങ്ങൾക്ക് കുറച്ച് അലോട്ട്മെൻറ്റ് തരികയും ആ അലോട്ട്മെൻറ്റ് എൻ്റെ കൂടെ തന്നെ ഒരുപാട് രൂപ ഞങ്ങളുടെ കയ്യിൽ നിന്നും വീട്ടിൽ ചിലവാക്കേണ്ട പൈസ ഒരുപാട് പൊതുവഴിക്ക് വേണ്ടി ഞങ്ങൾ ചിലവാക്കുകയും ചെയ്തതിൻ്റെ സന്ദർഭത്തിൽ ഇപ്പം മിനിമം ഞങ്ങൾക്ക് ഹൈവേ കയറാനായിട്ട് 2 മിനിറ്റ് മതി. വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഹൈവേ ഉണ്ട്. ഹൈവേ ഒക്കെ നല്ല പോലെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം കടകളും ആകപ്പാടെ പഴയതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായി. പണ്ടൊക്കെ കാളവണ്ടി രാവിലെ റാന്നിക്ക് പോകും. അന്നേരം കാളവണ്ടിയിലാണ് ഈ നെല്ലൊക്കെ കൊടുത്തയക്കുന്നത്. രാവിലെ പോകും, വൈകിട്ട് അന്നേരം നെല്ല് കുത്തി തവിടൊക്കെ വേർതിരിച്ച് അവിടെ കൊണ്ടിട്ടേക്കും. റോഡ് സൈഡിലെ വീട്ടിൽ കൊണ്ടിട്ടേക്കും. അന്നേരം പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം ചുമട്ടുകാരെയൊക്കെ വിളിച്ച് അത് ഞെടിപ്പിക്കും. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് പണ്ട് ജീവിച്ചിരുന്നത് എൻ്റെ അമ്മൂമ്മയും അപ്പൂപ്പനും എല്ലാം. പക്ഷേ ഞങ്ങൾക്ക് എന്തോ വളരെയധികം അട്രാക്റ്റീവ് പ്ലേസാണ് റാന്നി. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ 3 വെക്കേഷനാണ് ഞങ്ങൾ വരുന്നത്. വളരെയധികം എൻജോയ് ചെയ്യും. എൻ്റെ കൊച്ചമ്മയുടെ വീട് ആറിനക്കരയാണ്. ആറ് വളരെ അടുത്താണ്. അവിടെയൊക്കെ പോയി തോട്ടം ഇടുകയും പിന്നെ മീൻ പിടിക്കുകയും ഇറങ്ങി കുളിക്കുകയും ഒക്കെ ചെയ്യുന്ന അതൊക്കെ ഓർക്കുമ്പം വളരെയധികം ആ കാലങ്ങളൊന്നും ഇനി ഒരു കാലത്തും തിരിച്ചു കിട്ടില്ല. അവരൊക്കെ ഇങ്ങോട്ട് വരും, ഞങ്ങൾ വരുന്നറിഞ്ഞ് ഇവിടെ വരുമ്പം കളിക്കുകയും പാടെ നാടകമൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് നാടകത്തിലൊക്കെ വീട്ടിൽ തന്നെ അഭിനയിക്കുകയും എൻ്റെ ഫാദർ സ്ക്രിപ്റ്റ് എഴുതുകയൊക്കെ ചെയ്യുമായിരുന്നു. എൻ്റെ ഫാദർ കഴിവുണ്ടായിരുന്നു, കോളേജിൽ പഠിപ്പിക്കുമായിരുന്നു. ആ കാലങ്ങളൊക്കെ ഇനിയും തിരിച്ചു കിട്ടില്ല. ലേറ്റസ്റ്റ് പാർട്ടീഷൻ വന്ന സമയത്ത് ഇത് എൻ്റെ യങ്ങർ ബ്രദറിന്, അതായത് എൻ്റെ 10 വർഷം ഇളയതായ എൻ്റെ ബ്രദറിന് ഇത് കൊടുത്തു. എൻ്റെ മൂത്ത സിസ്റ്റർക്ക് ചങ്ങനാശ്ശേരി SB കോളേജിൻ്റെ തൊട്ടടുത്തുള്ള എൻ്റെ ഫാദർ തന്നെ വെച്ച വീട് അവൾക്ക് കൊടുത്തു. പിന്നെ 6 അക്കരെയുള്ള വസ്തു എൻ്റെ ഇളയ സിസ്റ്റർക്ക് കൊടുത്തു. അന്നേരം അവരാരും സത്യം പറഞ്ഞാൽ ഇവിടോട്ട് വരാൻ അവർക്ക് സാധിച്ചില്ല. കാരണം അവർക്കെല്ലാം ഓൾറെഡി അവർ വെൽ സെറ്റിൽഡാണ് ആ സ്ഥലങ്ങളിലൊക്കെ. അന്നേരം ഇത് അവർ അന്നേരം ഈ അമ്മയുടെ വീട് നാച്ചുറലി നോട്ടമില്ലാതെ വന്ന് മുഴുവൻ നിലം പരിശായി. അറയും നിരയൊക്കെ ഉള്ള വീടായിരുന്നു. ദിവസവും പൂജ ചെയ്യുകയും നാമം ജപിക്കുകയും ഒക്കെ ചെയ്യുന്ന വീടായിരുന്നു. കൊയ്ത്തും മെതിയും ഒക്കെയുള്ള ആകെപ്പാടെ എന്ത് രസകരമായിട്ടുള്ള അനുഭവങ്ങളാണ് എനിക്ക് കൊച്ചിൽ ഉള്ളത്. അന്നേരം അത് വെള്ളി വിൽക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ എക്സ്ട്രീം എൻഡിലാണ് താമസിക്കുന്നത്. എക്സ്ട്രീം എൻഡിൽ താമസിക്കുന്നതുകൊണ്ട് വഴിയെല്ലാം കൊണ്ടുവന്നതെല്ലാം ഞങ്ങളാണ്. ഞാനും വൈഫും കൂടെ ഒക്കെ ചേർന്നാണ് വഴിയെല്ലാം കൊണ്ടുവന്നതും ഒരുപാട് രൂപ ചിലവാക്കി അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഇറങ്ങിയതും എല്ലാം. അന്നേരം കുടുംബം വെളിയിൽ പോകണ്ട എന്ന് വിചാരിച്ച് എനിക്ക് എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഞാനത് സത്യസന്ധമായും പറഞ്ഞ് അവർക്ക്, എൻ്റെ ഫാദറിന് വൈഫ് ഹൗസ് വളരെ ഇഷ്ടമുള്ള സ്ഥലമായിരുന്നു റാന്നി എന്ന് പറഞ്ഞാൽ. തോടൊക്കെ ഉണ്ട്, ആറ്റിപ്പോയി കുളിക്കാം. ഇവിടെ സാഹചര്യം മറ്റേ ടൗൺ ആയിരുന്നല്ലോ, ചങ്ങനാശ്ശേരി കോളേജായിരുന്നു. ചങ്ങനാശ്ശേരി SB കോളേജിൻ്റെ അടുത്തെന്ന് പറയുമ്പോൾ ടൗണാണ്. അവിടുത്തെ കാട്ടി കുറേ കംഫർട്ടും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. തോട്ടിലിറങ്ങി കുളിക്കാം, ആറ്റിപ്പോയി കുളിക്കാം. അന്നേരം
സത്യം പറഞ്ഞാൽ ഞാനിത് ഞങ്ങൾ ലോണൊക്കെ അറേഞ്ച് ചെയ്ത് ഞങ്ങളിത് വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷം അത് വാങ്ങിച്ചിട്ട് അവിടെ വീണ്ടും കാടും പന്നിയൊക്കെ ഇറങ്ങി കിടക്കുക എന്ന് പറഞ്ഞാൽ അത് സഹിക്കില്ല. കാരണം അതുകൊണ്ട് ഞങ്ങൾ എൻജിനീയറെ സമീപിച്ച് എൻജിനീയർ പ്ലാനൊക്കെ വരച്ച് ഒരു 3 ബെഡ്റൂം ഹൗസ് ഞങ്ങൾ അമ്മയുടെ ഈ കുടുംബത്തിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ആ പറമ്പിലാണ് അവിടെ വെച്ചു. അതിൻ്റെ പാലുകാച്ചൽ ചടങ്ങാണ് നാളെ രാവിലെ 7-നും 7:20-നും ഇടയ്ക്ക് 7:30 മുതൽ രാഹുകാലമാണ് തിങ്കളാഴ്ച. അന്നേരം പാലുകാച്ചൽ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ പന്തലെല്ലാം ഇട്ടു. അതിൻ്റെ കാര്യങ്ങളിലൊക്കെ ഞാൻ കടക്കാം. പുതിയ ഡിഷുമൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. നാളത്തേക്കുള്ള റിഫ്രഷ്മെൻറ്റിൻ്റെ ടൈം ഉച്ചയ്ക്ക് 1 മണി 1:30 ആകുമ്പം ബിഗിൻ ചെയ്യും. ആൾക്കാരെയൊക്കെ ഞാൻ പരിചയമുള്ള ആൾക്കാരെയൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട്. പിന്നെ ചെടികളൊക്കെ വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് വീടിൻ്റെ ഫ്രണ്ടേജാണ്. അവിടെ ഒരു നല്ല ഒരു തുളസിത്തറയൊക്കെ മേശരിമാർ എനിക്ക് വേണ്ടി തയ്യാറാക്കി തന്നിട്ടുണ്ട്. ഞാൻ തുളസിയൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ പിടിച്ചു ഉണ്ടല്ലേ. ഞാൻ നല്ലൊരു ഈശ്വരഭക്തനും കൂടാണ്. ഈശ്വരനാണ് സത്യം പറഞ്ഞാൽ. ഈശ്വരനെ വിളിക്കുന്നതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ഓരോ കാര്യങ്ങളും ഇങ്ങനെ നടന്നു പോകുന്നത്. ഇത് ഞങ്ങൾ അറേഞ്ച് ചെയ്തൊരു കൊച്ചു ഗാർഡനാണ്. കുറേ ഗ്രാസൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഉണ്ടല്ലോ. റോസയൊക്കെ ഉണ്ട്. ഒരുപാട് പൂക്കളൊന്നും ഇല്ല, മിനിമം ഉണ്ടല്ലോ. ഇതിനൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ളൂ. ഇനി സമയമുണ്ടല്ലോ. ഇങ്ങോട്ട് മാറിയതിന് ശേഷം ഞങ്ങൾ നാളെ മുതൽ ഇവിടെയാണ് താമസിക്കുന്നത്. മറ്റേ വീട് റെൻ്റ് ഔട്ട് ചെയ്യാനാണ് താല്പര്യം. കൊടുത്തില്ലെങ്കിൽ ആ വീടെല്ലാം നശിച്ചു പോകുമല്ലോ. ഇതുപോലെ നന്ദ്യാർവട്ടം പൂവ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം വളർന്നു വരുന്നതേ ഉള്ളൂ. ഇവിടെ ഗ്രാസ് പിടിപ്പിച്ചിരിക്കുക സൈഡിലെല്ലാം കണ്ടല്ലേ. ഇവിടെ ഒരു ഭദ്രകാളി തെറ്റിയുണ്ട്. ആ തെറ്റിയും കണ്ടില്ല. അതെല്ലാം പൂവിട്ടു കണ്ടില്ല. നിറയെ പൂവ്. എനിക്ക് വളരെ ഇഷ്ടമാണ്. വൈകുന്നേരമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം ഈശ്വര സന്നിധിയിൽ പോയി ഇരിക്കാനും ഒക്കെ സാധിക്കുമല്ലോ. വൈകിട്ടാണ് വളരെ പീസ്ഫുള്ളായിട്ടുള്ള സമയം. പകൽ മുഴുവൻ നമ്മൾ ഓരോ കാര്യത്തിനകത്ത് എൻഗേജ് ചെയ്തിരിക്കും. ഇതിപ്പം അങ്ങനെയല്ലല്ലോ. വൈകുന്നേരം നമ്മളെല്ലാ ഹറിബറിയിൽ നിന്നും നമ്മൾ ഫ്രീ ആകും. ഇത് കാർ ഷെഡാണ്. ഒരു കാർ ഷെഡ് തൽക്കാലം കയറി കിടക്കാനായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. അപ്പം നാളത്തെ ഇത് കണ്ടില്ല, ഒരു കൊച്ചു ഗേറ്റൊക്കെ ഉണ്ട്. വീട് സെപ്പറേറ്റ് ചെയ്തിട്ടിരിക്കുക. പുറകിൽ ദൂരെയായിട്ട് ഞങ്ങൾ താമസിക്കുന്ന വീട് ഇപ്പം കാണാം. ശിവപ്രിയ വീട് കാണാം. ഇതാണ് ഞങ്ങൾ ഇപ്പം പുതുതായിട്ട് വെച്ചിരിക്കുന്ന ശിവപാർവതി വീട്. ഉണ്ടോ? ഇത്രയേ ഉള്ളൂ. ചരലൊക്കെയാണ് വിരിച്ചിരിക്കുന്നത്. അതൊക്കെ മതിയല്ലോ. ഇത് കണ്ടില്ല, ഇത് വീടാണ്. നാളത്തെ ഒരുക്കങ്ങൾക്ക് വേണ്ടി പന്തലൊക്കെ ഇട്ടു. സീറ്റൊക്കെ ക്രമീകരിച്ചിരിക്കുകയാണ്. ഫാനുമൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടില്ല, സീറ്റൊക്കെ നാളെ ബുഫേ ആയിട്ടാണ് നടത്തുന്നത്. ബുഫേ അന്നേരം അവർക്ക് എല്ലാവർക്കും എല്ലാ ജോലിക്കാരോടും ഒക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ ഫ്രൈഡ് റൈസ്, പുലാവ്, ചിക്കൻ ഫ്രൈ, തിക്ക് ഗ്രേവി, സ്കൂപ്പ് ഐസ്ക്രീം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർക്ക് ഇഷ്ടം. മനസ്സിലായില്ലേ? ഉണ്ടല്ലോ. ഇതെൻ്റെ വീടിൻ്റെ പുറകിലത്തെ സ്ഥലമാണ്. അതൊക്കെ ഇത് പഴയ കിണറാണ്. വർഷങ്ങൾക്ക് മുമ്പ് പഴക്കമുള്ള എത്രയോ തലമുറകൾക്ക് മുമ്പുള്ള കിണറാണ്. പക്ഷെ അത് റിനോവേറ്റ് ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്തത്. കുളിമുറിയും പഴയതാണ്. അതെല്ലാം ഞാൻ റബ്ബർ ഷീറ്റ് ഇടാനായിട്ട് അത് പോപ്പരയാക്കി മാറ്റി. ഉണ്ടല്ലേ. എല്ലാം ഇതാണ് ഇപ്പോഴത്തെ പുതിയ വീടിൻ്റെ സ്ട്രക്ചർ. ഇത് നാളത്തെ ബുഫയ്ക്കുള്ള ഇതാണ്. എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുക. നാളെ എല്ലാവരും ക്രമീകരിക്കുകയേ ഉള്ളൂ. വന്നതിന് ശേഷം അത് റോഡിൽ നിന്നും വീട്ടിലേക്ക് കയറുന്ന ഭാഗം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഗേറ്റൊന്നും ഇട്ടിട്ടില്ല, ഒന്നും ആയില്ല. അതൊക്കെ ഞങ്ങൾ പതുക്കെ ഇങ്ങോട്ട് മാറി അതിന് ശേഷം ആലോചിച്ചിട്ട് ചെയ്യും. ഇവിടെ ഒരു മാവുണ്ട്. മാവ് എല്ലാം കോതി നിർത്തിയിരിക്കുകയാണ്, വിത്തിൽ പിടിച്ചതുകൊണ്ട്. അതൊക്കെ നന്നാക്കി എടുക്കണം. കണ്ടില്ല, മുന്നിൽ പാടശേഖരമാണ്.
വളരെ കഷ്ടപ്പെട്ട് ഞങ്ങളൊക്കെ തന്നെയാണ് ആ വഴി കൊണ്ടുവന്നത് എല്ലാം. കണ്ടില്ലേ, ഇനി ആ റോഡൊക്കെ കോൺക്രീറ്റ് ചെയ്ത് മാറ്റേണ്ടതുണ്ട്. ഓക്കെ.